നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ ബോംബായ സാർ ബോംബ് എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ടെസ്റ്റ് ചെയ്തതെന്ന്? ഈ ഒരു അതിമാരക ബോംബിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ലാൻഡിൽ നിന്നും ഏകദേശം 400 കിലോമീറ്ററിലധികം ദൂരമുള്ള സെവർണി ദ്വീപിലേക്ക് 1961 ഒരു സോവിയറ്റ് പ്ലെയിൻ പറന്നു. 13,000 അടി ഉയരത്തിൽ വെച്ച് ആ ബോംബ് പൊട്ടിക്കാനാണ് ആദ്യം അവർ പ്ലാൻ ചെയ്തത്. എന്നാൽ അതിശക്തമായിട്ടുള്ള ബോംബ് ആയതിനാൽ അത് വിക്ഷേപിച്ച പ്ലെയിൻ വരെ പൊട്ടിത്തെറിച്ചെന്ന് വരും. സോ ആ ബ്ലാസ്റ്റിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബോംബിലെ ഒരു പാരച്യൂട്ട് ഫിക്സ് ചെയ്തിട്ടാണ് അവർ താഴേക്കിട്ടത്. പക്ഷെ സാർ ബോംബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ദ്വീപിലുണ്ടായിരുന്ന 35 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെട്ടു. 200 കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകളുടെ ജനച്ചില്ലുകളെല്ലാം പൊട്ടിത്തെറിച്ചു. 1000 കിലോമീറ്റർ അപ്പുറം നിന്ന് കാണാൻ കഴിയുന്ന ഒരു വലിയ തീഗോളമാണ് അന്ന് രൂപപ്പെട്ടത്. അന്നത്തെ സോവിയറ്റ് സയന്റിസ്റ്റുകളെല്ലാം ഇതിന്റെ പരീക്ഷണത്തിന് ശേഷം വളരെയധികം പേടിച്ചുപോയി. കാരണം 100 മെഗാടൺ ശക്തിയുള്ള ബോംബായിരുന്നു ആദ്യം അവർ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് അതിന്റെ ശേഷി 50 മെഗാടൺ ആയിട്ട് കുറയ്ക്കുകയായിരുന്നു. അന്ന് അവർ ആ ഒരു 100 മെഗാടൺ ബോംബാണ് പരീക്ഷിച്ചിരുന്നെങ്കിൽ യൂറോപ്പ് മുഴുവൻ അണുവികിരണത്താൽ നിറഞ്ഞ് നശിച്ചു പോയേനെ. ഇനി ഭാവിയിൽ ഒരു ആണവ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യ ഈ ഒരു ബോംബ് പ്രയോഗിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.